സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കുറേ ദിവസമായിട്ട് എൻ്റെ ഗാലറി കിടക്കുകയാണ്. എനിക്കൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കുന്നു. നമ്മൾ നോർമലായിട്ടുള്ള തണുത്ത വെള്ളത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ ഒരു സോയ എഗ് മസാലയുടെ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതല്ല കേട്ടോ. അപ്പോൾ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്ന സംഭവം അതാണ്. അതിനായിട്ട് പ്രത്യേകിച്ച് ഞാൻ മസാലയൊന്നും റെഡിയാക്കുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഞാൻ ആ സോയ എഗ് മസാല ഉണ്ടാക്കിയ അന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു സമൂസയെന്ന് തന്നെ പറയാം കേട്ടോ. പക്ഷേ അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോഴാണ് ഞാനത് കണ്ടത്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് കുഴച്ച്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് കുഴച്ച് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് സാവധാനത്തിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മൾ ഓരോരോ ബോൾസുകൾ എടുക്കുക, ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ അതേ ഷേപ്പിൽ റൗണ്ടിലൊന്ന് പരത്തിയെടുത്തിട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ സമൂസയുടെ ഷേപ്പൊന്നും അത്ര പെർഫെക്റ്റ് ആക്കി എടുക്കാൻ അറിയില്ല. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഫില്ലിംഗ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞ് അടുത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് ഇങ്ങനെ ഞാൻ ചെയ്യുന്നതനുസരിച്ച് അതെല്ലാം പെറുക്കുന്നുണ്ട് ആൾ. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന അതേ രീതിയിൽ തന്നെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ഫില്ലിംഗ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ സോയ എഗ് മസാല തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് എന്ത് ചെയ്യുക, പുഴുങ്ങി ഉടച്ചിട്ട് അതിലേക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഇഷ്ടമുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യുക. കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് അത് ഇതിനകത്തോട്ട് നിറച്ച് കഴിഞ്ഞാലും ഓക്കെയാണ് സംഭവം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സമൂസയുടെ ഷേപ്പ് അത്ര പെർഫെക്റ്റ് ആക്കി എടുക്കാനൊന്നും എനിക്കറിയില്ല. ഇവിടെയുള്ളവരൊക്കെ വളരെ വേഗത്തിൽ വളരെ നല്ല ഷേപ്പിൽ അവർ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്ട് ഈ ഓരോരോ റൊട്ടികളും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ചൂടാക്കാതെ അതിലേക്ക് അങ്ങ് ഫില്ലിങ് വെച്ചിട്ടും ഫോൾഡ് ചെയ്തിട്ട് അങ്ങ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് സമൂസ കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, ഒരുപാട് അങ്ങ് ചൂടാക്കി. ഞാൻ പറഞ്ഞില്ലേ, സോയ എഗ് മസാല അതാണ് സംഭവം. ഇത് ഉണ്ടാക്കിയ അന്ന് തന്നെ ഞാനിത് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ എങ്ങനെ ആക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എങ്ങനെ കട്ട് ചെയ്യണോ, നീളത്തിൽ കട്ട് ചെയ്യണോ, സ്ക്വയറായിട്ട് കട്ട് ചെയ്യണോ ഒന്നും എനിക്കറിയില്ല. എങ്കിലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ കുഞ്ഞ് കൈ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കി, പിന്നെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കി. പക്ഷേ അങ്ങനെ റെഡി ആവുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. പിന്നെ അടുത്തിരിക്കുന്നില്ലേ, കത്തിയൊക്കെ എടുത്തത് ആൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഒരു ടെൻഷനായി, കാരണം ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സംഭവം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കൊടുത്താലും, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഷേപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ചിലർ ഈ മൈദാമാവൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റാക്കി സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെച്ച് നോക്കി, പിന്നെ ശരിയായില്ല. ഞാൻ പറഞ്ഞില്ലേ, ഷേപ്പ് എങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട, സംഭവം ടേസ്റ്റി ആയിരുന്നു, അത്രമാത്രം അറിഞ്ഞാൽ മതി. ഷേപ്പൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ റെഡിയാക്കിയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വളരെ സ്പീഡിലാണ് ഇതിൻ്റെ ഷേപ്പൊക്കെ. ഞാനൊന്ന് നോക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ആ ഷേപ്പ് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് വേറൊന്നുമല്ല. ഫില്ലിംഗ് ഒക്കെ ഞാൻ ഇതൊക്കെ തന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല എന്താ പറയുക, ഇതിപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ഇതുണ്ടായത് കാരണം, അതായത് മസാല ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളത് കാരണം ഞാനിങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അതുപോലെ ഒന്ന് പേസ്റ്റ് ഒന്ന് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഷേപ്പ് അത്ര പെർഫെക്റ്റാക്കി എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒട്ടിച്ച് കൊടുത്തു, പക്ഷേ അതങ്ങോട്ട് വിട്ട് പോകുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ആൾ അവിടെ നിന്ന് ഒന്നുകിൽ മസാല എടുത്ത് താഴെയിടും, അല്ലെങ്കിൽ കത്തിയെടുക്കും. അപ്പോൾ അങ്ങനെ ആകെപ്പാടെ ഒരു ടെൻഷനായിപ്പോയി. എനിക്ക് സമാധാനത്തെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറ്റിയത്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം നിങ്ങൾ വാചകം അടിക്കുകയെന്ന് വിചാരിക്കരുത്. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് ഷേപ്പ് അത്ര പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടായിക്കോളൂ. പിന്നെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ആക്കി കൊടുത്തോളാം. ഞാൻ കാണിക്കുന്ന രീതി ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കണ്ട. ഇത് ഇങ്ങനെയൊന്നും അല്ല സത്യം പറഞ്ഞാൽ സമൂസയുടെ ഷേപ്പ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സമൂസയുടെ ഷേപ്പ് പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇത് നല്ല ടേസ്റ്റായിരുന്നു. ഇങ്ങനെ ഷീറ്റാക്കി എടുത്തിട്ട് നിങ്ങൾ ഫില്ലിങ് ഉണ്ടാക്കി
എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കും, ഉണ്ടെന്നല്ല ഉണ്ട്. ജസ്റ്റ് എനിക്ക് ഷേപ്പ് പെർഫെക്റ്റാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മിസ്റ്റേക്ക്. ബാക്കി ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. ഈ മസാലയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളുടെ സോയ എഗ് മസാലയുടെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നില്ല. പിന്നെ ഞാൻ കുറച്ച് 2 കിഴങ്ങെടുത്ത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ചാട്ട് മസാല മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നല്ല പുളിയൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ചാട്ട് മസാലയൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പൊട്ടറ്റോയുടെ ഒന്നുമില്ല, ജസ്റ്റ് ഉപ്പ് ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ചാട്ട് മസാല ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ എനിക്ക് കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്, അതായത് ജസ്റ്റ് ഈ കിഴങ്ങ് പുഴുങ്ങി ചേർത്തിട്ട് ജസ്റ്റ് അതിൻ്റെ അകത്ത് ചാട്ട് മസാലയും ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ, വളരെ ഈസിയാണ്, ഇത്രയും സമയമില്ല. ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ ആ മസാലയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുണ്ട്. അതാണ് ഞാൻ 2 രീതിയും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് രീതി വേണമെങ്കിലും ഫോളോ ചെയ്തോളൂ, സംഭവം ടേസ്റ്റി തന്നെയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതാവുമ്പോൾ സ്പൈസി ഒന്നുമല്ല, വളരെ സിമ്പിൾ, വളരെ പെട്ടെന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് വേവിക്കുന്ന ആ ഒരു ടൈം മാത്രമേ എടുക്കുകയുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഷീറ്റ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് നമ്മളുടെ സമൂസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അല്ലാതെ ഇപ്പം മാവ് പരത്തിയിട്ട് അങ്ങനെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, ഈ ഒട്ടിക്കുന്നതിനൊന്നും അധികം സമയമൊന്നും വേണ്ടി വരത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. ഇതിങ്ങനെ കട്ടിയായിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ സൈഡൊക്കെ ജോയിൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാവ് പരത്തിയിട്ട് ചൂടാക്കത്തൊന്നുമില്ല, അത് പെട്ടെന്ന് തന്നെ അതിലേക്ക് ഫില്ലിങ് ആക്കിയിട്ട് സൈഡ് ഒട്ടിച്ച് കൊടുത്തങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഇത്രയും സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ കുറച്ച് സ്പീഡപ്പായി കണ്ടില്ലേ, ജസ്റ്റ് ഷേപ്പൊക്കെ കൊടുക്കാൻ വളരെ ഈസിയായി തോന്നി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഷേപ്പ് ആക്കി കൊടുക്കുക. സംഭവം പക്ഷേ വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതായത് ഈ രണ്ടാമത് കാണിച്ചായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തിട്ട് അതിലേക്ക് ചാട്ട് മസാല നമുക്ക് കിട്ടും വാങ്ങിക്കാൻ. അല്ലെങ്കിൽ ചാട്ട് മസാല ഇനിയിപ്പോൾ ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്താണെന്ന് വെച്ചാൽ അതിൽ ചേർക്കുക. കുറച്ച് മല്ലിയില ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാൻ ഇതിനകത്തൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മല്ലിയിലയുടെ ചട്നിയോ എന്തെങ്കിലുമൊക്കെ കൂടി നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് ഞാൻ ഫ്രൈ ആക്കിയിട്ടില്ല. മറ്റേത് രണ്ടും ഒക്കെ നല്ല ഡീപ്പ് ഫ്രൈ ആക്കിയിട്ടുണ്ട്. അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. പൊറോഷയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അത് തണുത്താലും അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ച് ഞാൻ ഫ്രൈ ചെയ്തത് ഞാൻ കഴിച്ചു നോക്കി, വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.